ക്ഷേമം വഴി വോട്ട് വരുമോ? ഈ ചർച്ചയിൽ ശ്രീ കെ എസ് അരുൺകുമാർ, CPM ശ്രീ VR അനൂപ്, കോൺഗ്രസ് ശ്രീ ശങ്കുട്ടി ദാസ്, BJP എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഒരു സിനിമയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാർ ഒപ്പിന് കുപ്പി എന്ന് പറയുന്നുണ്ട്. അത് ടീച്ചർ എനിക്ക് താങ്ങിയതാണല്ലോ. ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ കുപ്പി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ വോട്ടിന് പെൻഷൻ പദ്ധതിയാണോ? ഇവിടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ ഭരണ കാലയളവിൽ ചെയ്ത് പൂർത്തീകരിക്കുന്ന കാര്യമാണ്. നല്ല കാര്യം. ആളുകൾ മുഴുവനും ഇവർ ചെയ്ത തോന്നിവാസമാണ്, തെമ്പാടിത്തരമാണ്, തല്ലുളിത്തരാണെന്ന് പറഞ്ഞിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ, ഉളുപ്പ് എന്നുള്ളത് ഈ സഖാക്കന്മാരുടെ നിഘണ്ടുവിലില്ല. നമുക്കറിയാം 5 കൊല്ലമാണല്ലോ നമ്മുടെ ഒരു ഭരണ കാലാവധി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നതാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബഹുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്, എന്തൊക്കെയാണ് കൃത്യമായി നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് ഈ 5 പ്രോഗ്രസ് റിപ്പോർട്ട് എന്തൊക്കെ പറഞ്ഞാണ് ആളുകളെ പറ്റിക്കുന്ന, നാട് നീളം നടക്കുക, എന്നിട്ട് വലിയ പദ്ധതികൾ ഉണ്ടെന്ന് വലിയ വായിൽ പറയുക. ഇത് ഇവിടെ നടക്കും. ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, DBT സ്കീമുകളാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇപ്പോൾ ആ പദ്ധതികളെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്താൽ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ വർഷവും 100 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അങ്ങനെയാണ് 1600 അവസാനത്തെ വർഷം എത്തിയത്. നോക്കൂ, ഇതിപ്പോ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് 400 രൂപ. എന്തുകൊണ്ടാണ് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടായിരുന്നത്, അല്ലെങ്കിൽ 150 രൂപ വെച്ച് കൂട്ടായിരുന്നത്? അപ്പോൾ അന്നേരം ആ ബേർഡൻ എടുത്തു വെക്കാൻ ധനവകുപ്പിന് പറ്റില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പുള്ളപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുള്ള പെൻഷൻ കൂട്ടുക വഴി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഡെലിവറി ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുമോ? എന്നാ പിന്നെ ഞാൻ മറ്റേത് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ 2022 പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തിയ ഒരു സാഹചര്യം, അങ്ങനെ വന്നപ്പോൾ 7 മാസം വരെ കുടിശ്ശിക വരുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക. എന്താണ് കൺവിൻസ് ചെയ്യുന്നത്? ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ കഴിവില്ലായ്മ ഉണ്ട്. ഈ പ്രകടന പത്രിക നമ്മുടെ മുന്നിലുണ്ട്. ഇത് 2021 കൊടുത്ത LDF പ്രകടന പത്രികയാണ്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത്. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനിയും 6 മാസമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പത്തി എന്ന് വെച്ചാൽ 6 മാസം ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. വാഗ്ദാനം കൊടുക്ക്. കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും, തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും. ഈ പറഞ്ഞ 900 കാര്യങ്ങളും പൂർത്തീകരിക്കും. നവകേരളത്തെ ഞങ്ങൾ നിർമ്മിക്കും. ഒരു വിജ്ഞാന കേരളമാക്കി കേരളത്തെ ഉയർത്തും. ജനങ്ങളുടെ വാക്കുപാലിക്കുന്ന ഗവൺമെന്റായി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഗവൺമെന്റായിട്ട് ഇത് മാറും. പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ മുഖച്ഛായ അടിമുടി മാറ്റും. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ പണം വരുന്ന പദ്ധതി, വിശേഷിച്ച് വനിതകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന പദ്ധതി നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഇമ്പാക്ട് മേക്കിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ കേരള ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഫോളോ ചെയ്യുകയാണ്. പ്രതിഫലനം ഉണ്ടാക്കുമോ എന്ന് തോന്നുന്നു? നോക്കൂ, അങ്ങ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ പണം എത്തുക എന്ന് പറയുന്നത് പൊതുജനത്തിന് സർക്കാരിലുള്ള വിശ്വാസം, സർക്കാരിന് ടാഞ്ചിബിളായിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവമാണ്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗവൺമെൻറ് സാധാരണക്കാരന് വേണ്ടി 1 രൂപ ചെലവഴിക്കുന്ന സമയത്ത് 98 പൈസയും ലോസ്റ്റ് ഇൻ ട്രാൻസാക്ഷനാണ്. ഈ വഴിയിൽ വെച്ച് മധ്യവർത്തികളാണ് അത് ഉപയോഗിക്കുന്നത്. അവസാനത്തെ 2 പൈസ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആവേണ്ട സാധാരണക്കാരന് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെ പറ്റി പരമ്പരാഗതമായി പറഞ്ഞിരുന്നൊരു വലിയ ആരോപണമാണ്. ഇത് ഇല്ലാതാക്കിയത് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ജാം ട്രിനിറ്റി, അതായത് ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ ലിങ്കിങ്, മൊബൈൽ ഇന്റർനെറ്റ് എന്നീ 3 സംഗതികൾ നരേന്ദ്രമോദി സർക്കാർ ബന്ധിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആശയം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ ഫണ്ട് അയച്ചു കൊടുക്കുന്നത്.
ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിലാണ്. 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഗവൺമെന്റ് അയച്ചു കൊടുക്കുന്നു, മധ്യവർത്തികളോ ഇടനിലക്കാരോ ഇല്ലാതെ. ഇത് സാധാരണക്കാർക്ക് ഗവർണൻസിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയൊരു വിജയവുമാണ്. വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലുണ്ട് 2021 കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ വല്ലാതെ വലഞ്ഞിരുന്നിരുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഈ ക്ഷേമ പെൻഷൻ വർധന ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നത് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്ന, വലിയ വിപ്രതിപത്തി നേരിട്ടിരുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരു തുടർഭരണം ഉറപ്പുവരുത്തുന്നതിൽ 2021 ഈ പറയുന്ന ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫേഴ്സ് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതേ പരീക്ഷണമായിരിക്കാം അവർ നടത്തുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു പ്രബുദ്ധതയും പൊളിറ്റിക്കൽ വിസ്ഡവും വെച്ച് നോക്കുമ്പോൾ അവർ ഈ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന്, ഇത്തരത്തിലൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലം, അതിന്റെ കാരണം, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? കാരണം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 2021 ഫെബ്രുവരി മാസത്തിലാണ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കാൻ 4 വർഷത്തെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും നടപ്പാക്കിയിട്ടില്ല. നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഇത് നടപ്പാക്കുന്നത്. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. അപ്പോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ടല്ല ഇത് നടപ്പാക്കുന്നത്. ഇവിടെ സർക്കാരിനെതിരെ കടുത്ത ജനവികാരം ഉണ്ടെന്നും അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരുപക്ഷെ തുടരാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ലെന്നും ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ള ആഗ്രഹം സാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ടെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2021 പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. എന്റെ പക്ഷെ അവിടെ ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്ന്, എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം നടപ്പാക്കിയിട്ടില്ല? എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് ആളുകളെ പണം കൊടുത്ത് വേടിക്കുന്നത് പോലെ കേവലം 400 രൂപ അധികം കൊടുത്താൽ വേടിച്ചെടുക്കാൻ കഴിയുന്നതാണോ മലയാളികളുടെ വോട്ട്? ജോണിയെ വിലക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. LDF എല്ലാം ശരിയാകും. ഈ എല്ലാം ശരിയാകുന്നുള്ള എല്ലാം എന്നതിൻ്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. തകരാറായി കിടന്ന് ഞങ്ങൾ ശരിയാക്കി കൊണ്ടുവന്നു. നിപ്പ വന്നു, പിന്നീട് കോവിഡ് മഹാമാരി വന്നു. ഈ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേരളത്തെ മാതൃകാപരമായി നയിച്ചോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഉള്ളത്. സമയത്ത് ഇവിടെ എന്തൊരു വലിയ കൊള്ളയാണ് നടത്തുന്നത്, എത്ര വലിയ അഴിമതിയാണ് നടത്തുന്നത് ചോദിച്ചതാണ്. ഈ PPE കിറ്റ് വാങ്ങുന്നുള്ള അഴിമതി, അതുപോലെ തെർമോമീറ്ററിലെ അഴിമതി, ഗ്ലൗസ് വാങ്ങുന്നുള്ള അഴിമതി, എത്രയധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞൊരു ശൈലിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. പുരക്ക് തീ പിടിക്കുന്ന സമയം നോക്കിയിട്ട് വാഴ വെട്ടുന്ന പരിപാടിയാണ് ഈ ടീച്ചറും സംഘവും കൂടി ഇവിടെ നടത്തിയത്. വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെൻറ് പ്രവർത്തിച്ചത്. അധികം കൊടുത്താൽ വേടിച്ചെടുക്കാൻ കഴിയുന്നതാണോ മലയാളികളുടെ വോട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പൊതുസമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമായിട്ട് അവർ കണക്കാക്കുമോ? 4 തീയതി കൂടി നടപ്പാക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിന് ചെയ്തേക്കാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? 10,000 കോടി രൂപയുടെ എക്സ്ട്രാ സ്പെൻഡിംഗ് ചോദ്യം നമുക്ക് ഉന്നയിക്കാം. അതിന് അരുൺകുമാറിന് 1,500 കോടി രൂപ. എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുക ചോദ്യം അവിടെ പ്രസക്തമാണ്. ബക്കറ്റ് എടുക്കേണ്ടി വരും. സാധാരണ കുടുംബത്തിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ 2 പേർക്ക് 2,000 വെച്ച് ക്ഷേമ പെൻഷനും അവിടുത്തെ വനിതയ്ക്ക് 1,000 രൂപ ഉള്ള പ്രത്യേക വനിതകൾക്കായുള്ള ഈ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വാങ്ങിയ ഒരു ജൻസി കുട്ടിയും ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ എത്ര രൂപയായി എന്ന് ആലോചിച്ചാൽ മതി. 2,000 + 2,000 + 1,000 + 1,000 സർക്കാരിൽ നിന്ന് നേരിട്ട് കിട്ടിയ പണമാണ്. സ്വാഭാവികമായും അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിനെ കുറിച്ചുള്ള ഗുഡ്വിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ. അത് വോട്ടായി മാറിയാൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റില്ലേ? നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നും.
അഭിലാഷെ, ഒരിക്കലുമില്ല. ആളുകളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുമോ? നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ ഇവർ നടപ്പിലാക്കാൻ എടുത്ത സമയം എല്ലാവരും കേരളത്തിൽ ജനങ്ങൾ രാഷ്ട്രീയമായി പ്രബുദ്ധരായ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. ഇവിടെ കൃത്യമായി CPM സർക്കാർ LDF സർക്കാരിൻ്റെ ചില കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ്. ആശാ വർക്കർമാരുടെ സമരം നടക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, സംസ്ഥാന സർക്കാരിന് ആ കാര്യത്തിലേ റോളില്ല, ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴവർ 1000 രൂപ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ില്ലേ അത് മാത്രമല്ല, ഇത് വളരെ കൃത്യമാണ്. ഈ 5 വർഷം കേരളത്തിലെ ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിച്ച സർക്കാരല്ലേ? ഭൂമിയുടെ കരം കൂട്ടി, വെള്ളത്തിന്റെ കരം കൂട്ടി, വീട്ടുകരം കൂട്ടി, ഇലക്ട്രിസിറ്റി കൂട്ടി, പെട്രോൾ സെസ് കൂട്ടി, നിത്യ ഉപയോഗ സാധനങ്ങളുടെ വർധനവ് കേരളത്തിലുണ്ടായ ചില്ലറയാണോ? ജനങ്ങളുടെ ജീവിതഭാരം സമസ്ത മേഖലകളിലും വർദ്ധിച്ചു. പക്ഷെ അവറ്റ നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. 4.34 ലക്ഷം ആളുകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പൊ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 1000 രൂപ. അപ്പൊ 1 കോടി 5 ലക്ഷം ആയേ. ഇത്ര സാമൂഹ്യ ക്ഷേമ രംഗത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ ശ്രദ്ധയോടെ ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഏത് ഗവൺമെന്റ് ലോകത്തുണ്ട്? ഈ ദണ്ണത്തിൽ വീണു പോരുത്. ഇത് മുതലക്കണ്ണീരാണ്. നാടകം വെറും ഡ്രാമ. കരുതാണ് ഈ താങ്ങുവില. ഇതിനോടൊപ്പം ഇപ്പൊ നെല്ലിന്റെ താങ്ങുവില 30 രൂപയാക്കിയിട്ടുണ്ട്, റബ്ബറിന്റെ താങ്ങുവില 200 രൂപ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം നോക്കൂ, 30 രൂപയാണ് ഇപ്പോൾ നെല്ലിന്റെ താങ്ങുവില കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 30 രൂപ താങ്ങുവില 2021 തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, കർഷകർക്ക് കിട്ടുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് ആരാണ്? നോക്കൂ, 2021 28 രൂപ 20 പൈസ നെല്ലിന് താങ്ങുവില ഉണ്ടായിരുന്ന സമയത്ത് അതിൽ 19 രൂപ 40 പൈസ കേന്ദ്രത്തിന്റെ വിഹിതമാണ്, 8 രൂപ 80 പൈസയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം. ഇത് അടുത്ത വർഷം 2022 കേന്ദ്ര സർക്കാർ വിഹിതം 1 രൂപ കൂട്ടി 20 രൂപ 40 പൈസയാക്കി. അപ്പോൾ തന്നെ കേരളത്തിലെ കർഷകർക്ക് 29 രൂപ 20 പൈസ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. എന്തുകൊണ്ടാ? കാരണം കേന്ദ്രം 1 രൂപ കൂട്ടിയപ്പോൾ സംസ്ഥാനം അവരുടെ വിഹിതത്തിൽ നിന്ന് 1 രൂപ കുറച്ചു. 8 രൂപ 80 പൈസ കൊടുത്തിരുന്നത് കുറച്ചിട്ട് 7 രൂപ 80 പൈസയാക്കി. തൊട്ടടുത്ത വർഷം കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടി 1 രൂപ 43 പൈസ കൂട്ടി 21 രൂപ 83 പൈസയാക്കി. അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് 30 രൂപ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ടാ? 7 രൂപ 80 പൈസയെന്ന് പിന്നെ ഈ കേന്ദ്രം കൂട്ടിയിട്ടുള്ള 1 രൂപ 43 പൈസ സംസ്ഥാനം വീണ്ടും കുറച്ചു. 6 രൂപ 37 പൈസയാക്കി അവരുടെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം 2024 കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടിയിട്ട് 23 രൂപയാക്കി. അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് എന്ത് ചെയ്യായിരുന്നു? 30 രൂപ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്താ? അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് സംസ്ഥാനം അവരുടെ വിഹിതം വീണ്ടും കുറച്ചു, 5 രൂപ 21 പൈസയാക്കി. ഇപ്പൊ കേന്ദ്രം വീണ്ടും വിഹിതം വർദ്ധിപ്പിച്ച് 23 രൂപ 69 പൈസയാക്കിയപ്പോഴാണ് അതിന്റെ അനുഭവം ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ ദയാപൂർവ്വം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതായത് ഇവരൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നെല്ലിന്റെ താങ്ങുവിലയായിട്ട് 30 രൂപയും 31 രൂപയും 32 രൂപയും ഈ വർഷങ്ങളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രം വിഹിതം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ വിഹിതം കുറച്ചുകൊണ്ട് പോവുകയും നെൽകർഷകർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പായ സമയത്ത് ഞങ്ങൾ നെല്ലിന്റെ താങ്ങുവില 30 രൂപയാക്കിയെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ കർഷകർ എന്താ വിഡ്ഢികളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നാണം ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുകയല്ല ചെയ്തത്, തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവസാനം ഒഴിവാവലാണ് ഇവരുടെ നിവൃത്തി. ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ്. പക്ഷെ 7 മാസം പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ കഴുത്ത് പിടിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ടുള്ളത് ഇവർ 1500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് നയം വരെ മാറ്റിയിട്ട് പോയിട്ട് PMC ഒപ്പിടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാ. പിന്നെ ആ പൈസക്ക് അത്രയും അത്യാവശ്യമാണ്. 1500 കോടി രൂപയ്ക്ക് വേണ്ടി LDFന്റെ CPMന്റെ നയത്തെ തന്നെ മാറ്റാൻ ഇവർ തയ്യാറാണ്. പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് 13,000 കോടി രൂപയുടെ എങ്ങനെയാണ് പണം സംസാരിക്കരുത്.
അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡിസംബർ മാസത്തിൽ ഇത് കൊടുക്കും, ഈ പറയുന്ന ഇലക്ഷൻ വരുന്ന സമയത്ത് നവംബർ മാസത്തിൽ ഇത് കൊടുക്കും, ഡിസംബർ ആകുമ്പോൾ ഈ പദ്ധതി അവസാനിപ്പിക്കും. എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് മാർച്ച് മാസത്തിൽ ഏപ്രിൽ ആവുന്ന ഈ 3 മാസം കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ 2500 രൂപയാക്കും. എന്നിട്ട് ഒരു വർഷം ഇലക്ഷൻ ഇതുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമോ നോക്കും. ഇവർക്ക് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സർക്കാരിന്റെ തലയിൽ ഇരിക്കും ഈ പറയുന്ന കാര്യം. ഇതാണ് ഇവിടുത്തെ പദ്ധതി. ഇതൊരു സസ്റ്റൈനബിൾ പ്രോജക്റ്റ് ആയിട്ടല്ല ഇവർ പ്രഖ്യാപിക്കുന്നത്. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, ഒരു ഇലക്ട്രൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ കളി കളിക്കണം. ഇതിലും ഭേദം ഞാനൊന്നും പറയുന്നില്ല.